Hello students, today we can continue with the lesson number 1, computer fundamentals. We have already learned the input units and output units of a computer. So today we will learn the CPU and the storage device. CPU. What is CPU? It is a central processing unit and it's the most important part of a computer. The CPU is also known as brain of a computer. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് CPU. Brain of the computer ആണെന്ന് അറിയപ്പെടുന്നത്. It is a processing unit and it controls all the calculations in a computer. The CPU manages the activities of all the parts of a computer. So what is it? CPU controls all the calculations in a computer. കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ കാൽക്കുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എല്ലാം. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പാർട്സിൻ്റെ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുന്നത് CPU ആണ്. The central processing unit carries out the instruction of a computer program by performing the basic arithmetical, logical input-output operations of the system. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ക്യാരീസ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ച് എല്ലാ അരിത്തമാറ്റിക്കലും ലോജിക്കലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. There are different types of CPUs available in the market. പലതരത്തിലെ CPU ഇന്ന് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ CPU കണ്ടിട്ടുണ്ട്. You have seen CPU. But have you ever opened a CPU? നിങ്ങൾ ഒരിക്കലെങ്കിലും CPU തുറന്നു നോക്കിയിട്ടുണ്ടോ? So it contains motherboard, processor chip, SMPS. തുറന്നു നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് മദർ ബോർഡ് കാണാം, പ്രോസസ്സർ ചിപ്പ് കാണാം, SMPS. What is SMPS? Switched mode power supply. സ്വിച്ചർ എന്ന് തന്നെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ SMPS സപ്ലൈസ് ദി പവർ റിക്വയർഡ് ഫോർ ഓൾ ദി കമ്പോണൻസ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വേണ്ട എല്ലാത്തിനുള്ള പവർ, ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് SMPS ആണ്. CPU നമ്മൾ ലോജിക്കലി എന്നാണ് 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, സെക്കൻഡ് വൺ കൺട്രോൾ യൂണിറ്റ്, തേർഡ് മെമ്മറി യൂണിറ്റ്. 3 യൂണിറ്റുകളിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ദാറ്റ് ഈസ് ALU. All arithmetical and logical operations are performed by this unit. എല്ലാ അരിത്തമെറ്റിക്കലും ലോജിക്കൽ ഓപ്പറേഷനും എല്ലാം കണക്കാതെ കാൽക്കുലേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, കമ്പാരിസൺ ഇതെല്ലാം നടക്കുന്നത് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റിലാണ്. Next one, control unit, that is CU. It's the most important part of a CPU. ഒരു CPUയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് CU, control unit. The CU controls and coordinates the activities of other units such as ALU, memory unit, input, output device. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാ യൂണിറ്റുകളുടെ, അതായത് ALU, അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, പിന്നെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ്, ഇതിൻ്റെ എല്ലാ വർക്കും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റിലാണ്. The control unit takes the data and instruction from different input devices and transfer them from memory to ALU and vice versa. കൺട്രോൾ യൂണിറ്റ് ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ ഇൻപുട്ട് ഡിവൈസ് വഴി അകത്തേക്ക് ചെല്ലുന്നു. അതിനെല്ലാം എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫേഴ്സ് ദം ഫ്രം മെമ്മറി. അത് മെമ്മറി ചെന്നിട്ട് അവിടുന്ന് ALUവിലേക്ക് വിടുന്നു. അവിടെ ALU നടക്കുന്നതിനും തിരിച്ച് മെമ്മറി വരുന്നു. മെമ്മറി കഴിഞ്ഞിട്ടത് ഔട്ട്പുട്ടിലേക്ക് വന്നു. ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഓൾസോ സെൻസ് ദ പ്രോസസ് ഡേറ്റ ടു ദി ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡേറ്റ, അകത്ത് നടത്ത പ്രോസസ്സ് നടന്ന ഡേറ്റാസിനെ എല്ലാം പുറത്തേക്ക് ഔട്ട്പുട്ട് ഡിവൈസ് വഴി തിരിച്ച് നമ്മളിൽ എത്തിക്കുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, മെമ്മറി യൂണിറ്റ്. ദ മെമ്മറി യൂണിറ്റ് ഈസ് ദി സ്റ്റോറേജ് പ്ലേസ് ഓഫ് എ കമ്പ്യൂട്ടർ. മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് മെമ്മറി യൂണിറ്റ്. The data of each and every program is stored in the memory unit. എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറി യൂണിറ്റിലാണ്. All the activities that you do in a computer can be stored in the memory unit. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ ആക്ടിവിറ്റീസും എവിടെ ആണ് സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറി യൂണിറ്റ്. The data in the computer memory will be lost when the computer is turned off. നമ്മൾ ചെയ്ത കാര്യങ്ങളും അതിനകത്ത് എന്താണ്, അതിൻ്റെ മെമ്മറിയിലുള്ളതെല്ലാം ലോസായി പോകും. എപ്പോഴാണ്? നമ്മൾ ടേൺ ഓഫ് ചെയ്യുമ്പോൾ, നമ്മൾ കമ്പ്യൂട്ടർ നിർത്തി കഴിയുമ്പോൾ ഇതെല്ലാം പോവും. സോ വി ഹാവ് ടു സേവ് ദം ടു അവർ ഡേറ്റ ലോസ്.
അപ്പോൾ ഈ ഡേറ്റ കളഞ്ഞു പോകാതിരിക്കാൻ ലോസ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണം. യു ആർ സേവിങ് യുവർ ഫയൽസ് ഓൺ എ മെമ്മറി ഡിവൈസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി ഡിവൈസിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോറേജ് ഡിവൈസ്. ഈ മെമ്മറി ഡിവൈസിന് നമ്മൾ സ്റ്റോറേജ് ഡിവൈസ് എന്നും പറയാറുണ്ട്. Computers can remember your files only if you save them on a storage devices. നിങ്ങൾ സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിന് ഇതെല്ലാം, നമുക്കല്ല കമ്പ്യൂട്ടറിന് ഇതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. Next we can learn about the storage devices. Storage devices are used to store data in a computer. സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ സ്റ്റോറേജ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. These are just like shelves in your സ്കൂൾ ലൈബ്രറി. നിങ്ങൾ സ്കൂളിലെ ലൈബ്രറിയിൽ ബുക്സ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഷെൽഫിലല്ലേ വെക്കുന്നത്, അതുപോലെയാണിത്. യു ക്യാൻ സ്റ്റോർ ഫയൽസ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എക്സെട്ര ഇൻ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ നമുക്ക് പിക്ചേഴ്സ്, പ്രോഗ്രാംസ്, എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം നമ്മൾ സ്റ്റോറേജ് ഡിവൈസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. Storage devices can be classified into two types. Storage device നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, primary storage device and secondary storage device. അപ്പോൾ primary storage device ന് example ആണ് RAM. RAM is a primary storage device and RAM stands for random access memory and it is seen in the motherboard of a computer. റാമിൻ്റെ ഫുൾ ഫോം എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. മദർബോർഡ് ഓഫ് ദി കമ്പ്യൂട്ടറിലാണ് അത് കാണുന്നത്. The next one, secondary storage device. All other storage devices like hard disk, CD, DVD, pen drives are examples of secondary storage device. ഇപ്പം പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആയ റാം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മദർബോർഡിൻ്റെ അകത്താണ് കാണുന്നത്, CPU അകത്ത് അല്ലേ. സെക്കൻഡറി ഡിവൈസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഹാർഡ് ഡിസ്ക്, CD, DVD, പെൻ ഡ്രൈവ് ഒക്കെ. ഫസ്റ്റ് ഹാർഡ് ഡിസ്ക്. Hard disk is the storage device of a computer and is placed inside the CPU. CPUക്കകത്താണ് എന്തുള്ളത്, നമ്മുടെ ഹാർഡ് ഡിസ്ക് ഉള്ളത് അല്ലേ. All programs and operating systems are stored in it. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പ്രോഗ്രാംസും എല്ലാം ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. You can also store other files like letters, pictures, songs, films, games, etc. in the hard disk. The CPU reads and writes files on the hard disk. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള ഫയൽസ് എല്ലാം റീഡ് ചെയ്യാനായിട്ട് CPUവിന് പറ്റും. External hard disks are portable and can store large amount of data. പിന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, നമുക്കത് പുറത്ത് കൊണ്ടുപോവുകയും എടുക്കുകയൊക്കെ ചെയ്യാം. അതിനകത്ത് എന്താണ്, പോർട്ടബിൾ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് CD, the full form is compact disk and you have seen the CD. It is a portable secondary storage device. It is also called CD-ROM. It is made of stiff plastic and the one side of it is shining and you can store data in that. The shining part is the place where we are storing data. തിളങ്ങുന്ന ഭാഗത്താണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. It can hold 700 MB of data and is safer storage device. കൂടുതൽ ഡേറ്റ നമുക്കൊരു CDക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു സേഫർ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് ആണ് CD. Compact disk requires a CD drive for reading or writing data on them. അപ്പോൾ നമുക്ക് വെറുതെ ഡേറ്റ ഒന്നും എഴുതാൻ പറ്റത്തില്ല, അതിനകത്ത് ഡേറ്റ എഴുതാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു CD ഡ്രൈവ് വേണം. നെക്സ്റ്റ് വൺ DVD, that is digital versatile disk. It is just like the CD പോലെ തന്നെയാണ്, ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയ ആണ്. 1995ലാണ് ഡിസ്കവർ ചെയ്തത്. DVD has the same dimension of a compact disk. കണ്ടാൽ നമുക്കൊരു CD പോലെ തന്നെ ഇരിക്കും, കോമ്പാക്ട് ഡിസ്ക് പോലെ തന്നെ ഇരിക്കും, ബട്ട് സ്റ്റോർസ് മോർ ദാൻ 6 times ഓഫ് ഇറ്റ്സ് ഡേറ്റ. പക്ഷേ CDയേക്കാൾ ഒരു 6 ഇരട്ടി ഡേറ്റ നമുക്ക് 6 times ഡേറ്റ നമുക്ക് DVDക്കകത്ത് സ്റ്റോർ ചെയ്യാം. നോർമലി ഇറ്റ് ക്യാൻ ഹോൾഡ് 4.7 GB ഓഫ് ഡേറ്റ. 4.7 GB ഡേറ്റ ആണ് നമുക്ക് DVDക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. DVD disk requires a DVD drive for reading or writing data. DVD drive can also read CD-ROM. ഇപ്പോൾ എന്താണ്, നമുക്ക് CD ഡ്രൈവ് വേണ്ട പോലെ തന്നെ ഇവിടെ എന്ത് വേണം, DVD ഡ്രൈവ് വേണം ഡേറ്റ റീഡ് ചെയ്യാനായിട്ട്.
DVD ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് CD-ROMലെ ഡേറ്റയും റീഡ് ചെയ്യാൻ പറ്റും, റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ പെൻ ഡ്രൈവ്. So you are familiar with pen drive. Pen drive is a small sized portable storage device that can be used to transfer files easily between computers. So ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പെൻ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. It is available in different capacities and style. പല കപ്പാസിറ്റി ഉള്ള പെൻ ഡ്രൈവ്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റൈലും വ്യത്യാസം. ചിലർ കാണാല്ലേ പൂച്ചക്കുട്ടി പോലെ ഇരിക്കുന്ന പെൻ ഡ്രൈവ് ഇരിക്കുന്നത് കാണാം, ചിലർ റബ്ബറിൻ്റെ ഷേപ്പിലുള്ളത് കാണാം, ചിലർ പെൻസിലിൻ്റെ ഷേപ്പിലുള്ള പല സൈസ് എന്തുണ്ട് പെൻ ഡ്രൈവ് ഉണ്ട്. ജസ്റ്റ് പ്ലഗ് ഇറ്റ് ഇൻ ടു ദി USB പോർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ USB-യിലേക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്ലഗ് ചെയ്താൽ മതി. ദ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട്സ് ദ ന്യൂ ഡിവൈസ്. അപ്പോൾ നമ്മൾ പെൻ ഡ്രൈവ് കുത്തുമ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും, അതിനുള്ള ഡ്രൈവ് അത് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഡ്രൈവ് ഫോർ ഇറ്റ്. Now you can access the pen drive just like any ordinary hard disk drive. മറ്റുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ് പോലെ ഇത് പെൻ ഡ്രൈവ് അത് റീഡ് ചെയ്യാൻ തുടങ്ങും, അല്ല അതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്ത് നമുക്ക് ഡേറ്റ കിട്ടും. ദ ലാസ്റ്റ് വൺ മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് ഈസ് ഓൾസോ നോൺ ആസ് മെമ്മറി സ്റ്റിക്ക്. മെമ്മറി കാർഡ് നമ്മൾ മെമ്മറി സ്റ്റിക്ക് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ്, അല്ലേ, ചെറുതാണ്. ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ് but it has a large storage capacity and is easy to handle. പക്ഷേ എന്താണ്, നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ആൻഡ് nowadays we also use it in our mobile phones. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ നമ്മൾ മെമ്മറി കാർഡ് ഇടാറുണ്ട്, അല്ലെ, കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. It helps us to record different types of digital contents like pictures, songs and movies. മൂവീസും പിക്ചേഴ്സും സോങ്സും ഒക്കെ നമ്മൾ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. The use of memory card is same as pen drive. pen drive-ന്റെ അതേ യൂസ് ആണ് മെമ്മറി കാർഡിനും ഉള്ളത്. ബട്ട് ഇറ്റ് നീഡ്സ് എ കാർഡ് റീഡർ. പക്ഷെ എന്താണ്, മെമ്മറി കാർഡ് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കാർഡ് റീഡർ കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ടു ട്രാൻസ്ഫർ ഡേറ്റ. നമുക്ക് കാർഡ് റീഡർ ഉപയോഗിച്ച് വേണം നമ്മൾ അതിനകത്തുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് the lesson. Thank you.